ഫൈബ്രിനോലൈസിസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു നേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, എന്തൊക്കെയാണ് കോൺട്രാഇൻഡിക്കേഷൻസ്, ഈ മെഡിസിൻ കൊടുത്തതിന് ശേഷം എന്തെല്ലാം മോണിറ്റർ ചെയ്യണം. ഇനി നമുക്ക് സ്റ്റെമിയുടെ ഒരു മാനേജ്മെൻറ്റായ ഫൈബ്രിനോലൈസിസ് അതെന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. പ്രൈമറി PCI ആണ് പ്രിഫേർഡ് ആയിട്ടുള്ള റീപെർഫ്യൂഷൻ. ചില സമയങ്ങളിൽ ഈ PCI ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ടൈമിലുള്ള നമ്മൾ എന്ത് ചെയ്യും, ഫൈബ്രിനോലൈസിസ് ചെയ്യും. ആ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഫൈബ്രിനോലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു റീപെർഫ്യൂഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിനകത്ത് ത്രോംബോലൈറ്റിക്കായുള്ള ഡ്രഗ്സ് കൊടുത്തിട്ട് ഈ കൊറോണറി ആർട്ടറിയിലെ ക്ലോട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മുടെ ബ്ലഡ് സപ്ലൈ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാറ്. ഫൈബ്രിനോലൈസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പേഷ്യൻ്റ് സ്റ്റെബിയാണെന്ന് നോക്കണം. പിന്നെ ഈ ടൈം ഓഫ് ഓൺസെറ്റ്, എപ്പോഴാണ് ഈ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നോക്കണം. നോർമലായിട്ട് സിംറ്റം ഓൺസെറ്റ് മുതൽ 12 അവേഴ്സിനുള്ളിലെത്തിയ ഈ സ്റ്റെമി പേഷ്യൻസിനെ പ്രിഫർ ചെയ്യുന്ന PCIക്കാണ്. ഈ PCI സാധ്യമല്ലാത്ത പേഷ്യൻറ്റിന് ഫൈബ്രിനോലൈസിസ് ചെയ്യാം. പക്ഷേ കോൺട്രാഇൻഡിക്കേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് 2 to 3 ആണ്. ഫൈബ്രിനോലൈസിസിന് കൊടുക്കുന്ന ത്രോംബോലൈറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത്, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആക്റ്റിപ്ലൈസ്, റെക്റ്റിപ്ലൈസ്, ഇതൊക്കെയാണ്. ഈ ത്രോംബോലൈസിസ് മെഡിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു നേഴ്സസ് എന്ന നിലയിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, വൈറ്റൽ സൈൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുക, പിന്നെ പേഷ്യൻസിൻ്റെ ന്യൂറോളജിക്കൽ അസസ്മെൻ്റ് ഒക്കെ ചെയ്യുക, IV ആക്സസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, റിലവൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആൻറ്റികോയാഗുലൻ്റ് മെഡിക്കേഷൻസ് പേഷ്യൻ്റ് എടുക്കണമെന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാം. ഫൈബ്രോലൈറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ സിംറ്റം ഓൺസെറ്റും ഈ ട്രീറ്റ്മെൻറ്റ് ടൈമും തമ്മിലുള്ള ടൈമിംഗ് ഡ്യൂറേഷൻ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഇതാണ് സ്റ്റെമിയുടെ പാത്വേ. ഫൈബ്രിനോലൈസിസിന് ശേഷം എന്തൊക്കെ മോണിറ്റർ ചെയ്യുന്നത് നോക്കാം. ഫൈബ്രിനോലൈസിസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അവിടെ അവസാനിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ PCI കേപ്പബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഫൈബ്രിനോലൈസിസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PCI ചെയ്യാനായിട്ട് ഓക്കെ ആയ പേഷ്യൻ്റ് ആയിരിക്കും. പക്ഷേ ടൈമിലി നമുക്ക് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ്, പിന്നെ ഫൈബ്രിനോലൈസിസിൻ്റെ ഒരു കോൺട്രാഇൻഡിക്കേഷനും ഇല്ല എങ്കിലാണ് നമ്മൾ അത് പ്രിഫർ ചെയ്യാറ്.